ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക വിഷയത്തിൽ ഇസ്ലാം ഏറ്റവും കൂടുതൽ ലോകത്തിന് സംഭാവന ചെയ്ത പ്രധാനപ്പെട്ട ഒരാശയമാണ് അദബ് എന്നത്. ധാർമ്മികത, നമ്മളതിനെ മൊറാലിറ്റി എന്നും അതുപോലെ തന്നെ സോഷ്യൽ എത്തിക്സും എന്നുള്ള വിവിധ പദങ്ങളിലൂടെ അതിനെ നമ്മൾ പഠിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ധാർമ്മികത എന്നത് ലോകത്തിൽ പലതരത്തിലാണത് കൈകാര്യം ചെയ്യപ്പെടുന്നത്. മനുഷ്യൻ സ്വയം ആർജിക്കുന്ന വിവരങ്ങളിലൂടെയും വിവേകങ്ങളിലൂടെയും ജീവിക്കണം. അതിൽ മതത്തിന് പ്രത്യേക പങ്കൊന്നുമില്ല. മതം മനുഷ്യൻ്റെ ധാർമ്മികതയിൽ ഇടപെടുന്നതോടുകൂടി മൊറാലിറ്റി എന്നത് അത് മറ്റുള്ള ഒരാളുടെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറുന്ന, ഇടപെടുന്ന, അനുവാദമില്ലാതെ കയറിക്കൂടുന്ന ഒരു രംഗമായി മാറും എന്നൊക്കെ തരത്തിലുള്ള സെക്കുലറിസ്റ്റ് അല്ലെങ്കിൽ ഇസ്ലാമേതര ചിന്തകളുടെ ഒരു പശ്ചാത്തലത്തിലും കൂടെയാണ് നമ്മൾ അദബുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കുന്നത്. ലോകത്ത് ഈ സോഷ്യൽ എത്തിക്സിനെ കുറിച്ചും മൊറാലിറ്റിയെക്കുറിച്ചും സംസാരിച്ച പല ചിന്തകന്മാരുടെയും ജീവിതത്തിൽ തന്നെ നമ്മൾ എടുത്തു നോക്കുക, ഒരുപക്ഷെ ഒന്നാം തരം അരാജകത്വ ജീവിതം ജീവിച്ചവരും കൂടിയായിരുന്നു. പക്ഷേ സമൂഹത്തിൻ്റെ മാറ്റവും സമൂഹത്തിനെക്കുറിച്ചുള്ള മാറ്റവും സമൂഹത്തിൽ ആവശ്യമായി വരേണ്ട പരിവർത്തനങ്ങളൊന്നുമെല്ലാം അതൊന്നും തങ്ങളുടെ ജീവിതത്തിൽ എഫക്റ്റ് ചെയ്യാത്ത ഒരു അനുഭവം നമുക്ക് ഈ ചിന്തകന്മാരുടെയും ബുദ്ധിജീവികളുടെയും അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു വിഷയം ഇക്കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് യൂറോപ്പിലെ തന്നെ വളരെ പ്രസിദ്ധരായ ചില സാമൂഹിക ബുദ്ധിജീവികളുടെ പേര് ചേർത്തുകൊണ്ടാണ്. അതിലൊരുപക്ഷെ നിങ്ങൾക്കെല്ലാവരും അറിയുന്നത് പോലെ ഇന്നും ജീവിച്ചിരിക്കുന്ന ഹെബർമാസിൻ്റെ പേര് ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്നുണ്ട്. പബ്ലിക് സ്പിയർ എന്ന് പറയുന്ന ചർച്ച ആധുനിക ലോകത്ത് മുന്നോട്ട് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു ചിന്തകനാണ് ഹെബർമാസ്. സമൂഹത്തിൻ്റെയും അതായത് രാഷ്ട്രത്തിൻ്റെയും ജനങ്ങളുടെയും ഇടയിൽ അവർക്കിടയിൽ വർത്തിക്കേണ്ട ഒരു ഭാഗം എന്ന നിലയിൽ, പാരലലായി കണക്ട് ചെയ്യപ്പെടുന്ന ഒരു ഭാഗം എന്ന നിലയിലാണ് പബ്ലിക് സ്പിയർ എന്ന് പറയുന്ന ചിന്തയെ അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അവിടെ ഡെമോക്രാറ്റിക്കായി എല്ലാവർക്കും ഒരുപോലെ ഇടപെടാൻ പറ്റുന്ന ഒരു വേള എന്ന നിലയിൽ അവിടെ ഒരു സമൂഹത്തിൻ്റെ എത്തിക്സും കൂടി അത് അറിഞ്ഞുകൊണ്ട് പെരുമാറണം എന്നൊക്കെ രീതിയിലുള്ള ചിന്തകളായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് ഈ പബ്ലിക് സ്പിയറിൻ്റെ വിഷയം സംസാരിക്കുമ്പോൾ പോലും ഫലസ്തീനിൽ നടക്കുന്ന വംശഹത്യയോ എത്നിക് ക്ലിൻസിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലോ ഒരക്ഷരം മിണ്ടാതെ യൂറോപ്യൻ മോഡേണിറ്റിയുടെ ഭാഗമെന്ന നിലയിൽ വളരെ സെലക്റ്റീവായ ധാർമ്മിക സദാചാര ചിന്തകളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഹെബർമാസും മാറി എന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു വളരെ കൗതുകമുയർത്തുന്ന ഒരു ചിന്തയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധാർമ്മികത, സദാചാരം, മൊറാലിറ്റി, സോഷ്യൽ എത്തിക്സ് പോലുള്ള വിഷയങ്ങൾ സംസാരിക്കുന്നവർ തന്നെ അവർക്ക് വളരെ സ്വതന്ത്രമായി ഇടപെടാൻ പറ്റുന്ന ഭൂമികയിൽ പോലും മറ്റുള്ളവരുടെ അവകാശത്തെക്കുറിച്ചോ മറ്റുള്ളവർക്ക് ലഭിക്കേണ്ട അവർ സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ ഒന്നും മിണ്ടാതെ നിശബ്ദമാവുന്ന ഒരു സാഹചര്യം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇസ്ലാം എന്താണ് ധാർമ്മികതയെന്നും അതുപോലെ തന്നെ അതിൽ നിന്ന് രൂപപ്പെടേണ്ട റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ചും ബാധ്യതകളെക്കുറിച്ചുമെല്ലാം സംസാരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ആധുനിക പ്രത്യയശാസ്ത്രങ്ങളെയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇസ്ലാം ഏത് തരത്തിലാണ് ഒരു ആശയം എന്ന നിലയിൽ വ്യതിരിക്തമാവുന്നത്? ഈ ഒരു വിഷയം സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മതം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും അതിനെക്കുറിച്ചുള്ള ഒരു ധാരണയും നമുക്കുണ്ടാവണം. കാരണം മതങ്ങളിൽ ഒന്നാണ് ഇസ്ലാം എന്ന് പറയുമ്പോൾ ഇസ്ലാമിന് വ്യതിരിക്തമായ ഒരു കാഴ്ചപ്പാടില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്നത്. പക്ഷേ ഇസ്ലാം സ്വയം തന്നെ പറയുന്നത് മതം അല്ല ഇസ്ലാം,
മതം എന്നത് നമുക്ക് മലയാളത്തിൽ അഭിപ്രായം എന്നുള്ള അർത്ഥമാണല്ലോ. അതുപോലെ തന്നെ അല്ലെങ്കിൽ റിലീജിയൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദത്തിന് പോലും കുറച്ച് ആചാരാനുഷ്ഠാനങ്ങളുടെയും മെറ്റഫിസിക്കലായ കുറച്ച് ചിന്തകളുടെയും ഒരു സിന്തസിസ് എന്ന നിലയിലാണ് റിലീജിയനെയും ഇംഗ്ലീഷിൽ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ ഇത് മാത്രമാണോ ഇസ്ലാം? ഇസ്ലാം ഏത് കാര്യത്തിൽ നിന്നാണ് ഇതിൽ നിന്ന് വളരെ വ്യതിരിക്തമാവുന്നത്? രക്ഷാശിക്ഷകളുടെയും സ്വഭാവ രൂപ നിർമ്മാണത്തെക്കുറിച്ചും അതിനുണ്ടാവേണ്ട വിവിധ വളർച്ചയുടെ പടവുകളും അതിന് ആധാരമായി വർത്തിക്കേണ്ട മീഡിയവും മാധ്യമങ്ങളെക്കുറിച്ചും ആ മാധ്യമങ്ങളിൽ വരുന്ന പാളിച്ചകളെയും പിഴവുകളും എങ്ങനെ തിരുത്താമെന്നും ആ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന ഒരാളുടെ മാറ്റത്തെയും മാറ്റത്തിന് ലഭിക്കുന്ന റിസൾട്ടും ഒക്കെ വിശദീകരിച്ചുകൊണ്ട് മറ്റൊരു ആശയസംഹിതകളിലോ മത വിശ്വാസങ്ങളിലോ ഇല്ലാത്ത തരത്തിൽ പരിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം ഈ ധാർമ്മികതയെ, സദാചാരത്തെ, ധർമ്മബോധത്തെ, സത്യത്തെയും നന്മയെയും ഒക്കെ കുറിച്ചുള്ള ചർച്ചകളെ വളരെ വിശദമായി തന്നെ സംസാരിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെയാണ് നമ്മൾ ഇസ്ലാമിനെ വ്യതിരിക്തമായി തന്നെ പറയേണ്ടത്. കാരണം ഖുർആൻ ഇസ്ലാമിനെ തന്നെ, ഇസ്ലാം എന്താണെന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ദീനെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടുത്ത് അത് ഇസ്ലാമാണ്. അങ്ങനെ പറയാനുള്ള മെയിൻ കാരണം എന്താണ്? അല്ലെങ്കിൽ തന്നെ പ്രമുഖ സഹാബിമാരിൽ പലരും ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന വേളയിൽ അതിനെ വിശദീകരിച്ചിരുന്ന ഒരു രീതികളുണ്ട്. അതായത് റുസ്തമിന്റെ അടുത്തേക്ക് ഇസ്ലാമിന്റെ സന്ദേശമായി പോകുമ്പോൾ റബീ ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനോട് റുസ്തം ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ വരാനുള്ള ഉദ്ദേശം? അദ്ദേഹം ഇസ്ലാമിന്റെ സന്ദേശം എന്ന നിലയിൽ പറയുന്നുണ്ട്, ഇബ്തഅസന അല്ലാഹു ലി ഇഖ്റാജി മൻ യശാ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാഹി വഹ്ദ. അതായത് അടിമകളുടെ ഉടമത്തത്തിൽ നിന്ന് ഉടമയുടെ അടിമത്തത്തിലേക്ക് ജനങ്ങളെ നയിക്കുവാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഞങ്ങൾ, അള്ളാഹു നിയോഗിച്ചവരാണ്. അദ്ദേഹം പറയുന്നത് രണ്ടാമത്തെ വർത്തമാനം വമിൻ ജൗരിൽ അദിയാനി ഇല അദിൽ ഇസ്ലാം. സകലവിധ ദീനുകൾ എന്ന പേരിൽ അറിയപ്പെട്ട സകലവിധ സമ്പ്രദായങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും അക്രമത്തിൽ നിന്ന് ഇസ്ലാമിന്റെ നീതിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാനാണ്. അദ്ദേഹം പറയുന്ന മൂന്നാമത്തെ കാര്യം വമിൻ ലീഖിദ് ദുനിയ ഇലാ സഅത്തിദ് ദുനിയ വൽ ആഖിറ. ഈ ദുനിയാവിൽ ഉണ്ടാവുന്ന പലവിധ ദീനിന്റെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും സംവിധാനങ്ങളുടെയും ആശയങ്ങളുടെയും പേരിൽ ഈ ദുനിയാവിൽ ഉണ്ടാവുന്ന കുടുസതയിൽ നിന്ന് വമിൻ ലീഖിദ് ദുനിയ ഇലാ സഅത്തിദ് ദുനിയ വൽ ആഖിറ, ഈ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും വിശാലതയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാനാണ് അള്ളാഹു ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം അവിടെ മറുപടി പറയുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇസ്ലാം എന്താണ്? അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഒരു ആശയം ഒന്ന് ലിബറേഷൻ ആണ്. രണ്ടാമത് സകലവിധ അധർമ്മങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ട് നീതിയിലേക്കുള്ള ഒരു ക്ഷണമാണ്. മൂന്നാമത് മനുഷ്യന്റെ സകലവിധ കുടിസതയിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ട് ഈ ദുനിയാവിലും പരലോകത്തിലും ഒരു വിശാലമായ സാഹചര്യം ഭൂമിക ഒരുക്കുവാനാണ് ഇസ്ലാം ക്ഷണിക്കുന്നതെന്നാണ് അവിടെ അർത്ഥം. അപ്പോൾ ഈ ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാം ധർമ്മം, ധാർമ്മികത, സദാചാരം അല്ലെങ്കിൽ മൊറാലിറ്റി, സോഷ്യൽ എത്തിക്സ് പോലുള്ള വിഷയങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പറയുന്നുണ്ടല്ലോ, വസിയത്ത് റഹ്മതി കുല്ല ഷൈഇൻ, എല്ലാ കാര്യങ്ങളിലും എൻ്റെ റഹ്മത്ത് പടർന്നിരിക്കുന്നു, കവർ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. റഹ്മത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നിയമ സംവിധാനം, ഒരു ആശയഘടന, ഒരു പ്രത്യയശാസ്ത്രം ഒരിക്കലും അധാർമികമായ, ഒരിക്കലും അനീതി നിറഞ്ഞ, ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു മാർഗം, ഒരു സംവിധാനം, ഒരു വേ ഓഫ് ലൈഫ് പ്രസന്റ് ചെയ്യില്ല എന്നാണ് ഖുർആൻ സ്വയം തന്നെ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, അത് ഏറ്റെടുക്കുന്നവർ എങ്ങനെ ആവണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാം. മുആദ് ബിൻ ജബലിനെയും അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുമയും ഇവർ രണ്ടുപേരെയും യമൻ ഭാഗത്തേക്ക് അയക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യസ്സിറ വലാ തുഅസ്സിറ, ജനങ്ങൾക്ക് എളുപ്പമാണ് ഉണ്ടാക്കേണ്ടത്, പ്രയാസം ഉണ്ടാക്കരുത്. ബഷിറ വലാ തുനഫിറ, ജനങ്ങൾക്ക് സന്തോഷ വർത്തമാനമാണ് അറിയിക്കേണ്ടത്. വലാ തുനഫിർ, അവരെ വെറുപ്പിക്കരുത്. അതായത് ധാർമ്മികത, ഞാൻ ഈ പറഞ്ഞു വരുന്നത് ധർമ്മം എന്ന് പറയുന്ന വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇസ്ലാം എങ്ങനെയാണ് ധർമ്മത്തെക്കുറിച്ച് കാണുന്നത് എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടാവണം. ഇസ്ലാമിനെ സ്വയം എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത് എന്നുള്ള ധാരണ നമുക്കുണ്ടാവണം. ഇങ്ങനെ നീതിയുടെയും അദാലത്തിൻ്റെയും റഹ്മത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അതുപോലെ തന്നെ അനുഗ്രഹത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇസ്ലാം സ്വയം തന്നെ കെട്ടിപ്പടുത്തപ്പെട്ടിരിക്കുന്നത്. ഇസ്ലാമിൻ്റെ എല്ലാ ആശയങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ആ അടിസ്ഥാനത്തിൽ നിന്നാണ്
നമ്മൾ അദബ് എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ ഒരാൾക്ക് രൂപപ്പെടേണ്ട അദബിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സൂറത്ത് ഷംസിലെ 7 മുതലുള്ള ആയത്തുകൾ നോക്കുക. വനഫ്സിം വമാ സവ്വാഹ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് നഫ്സിനെ കുറിച്ച്, അത് ഒരു മനുഷ്യന്റെ ശരീരഘടന അല്ലെങ്കിൽ ആത്മാവ്, അത് അല്ലെങ്കിൽ രണ്ടും ചേർന്നതിനെയാണല്ലോ നഫ്സ് എന്ന് പറയുന്നത്. അതിനെ ശരിപ്പെടുത്തിയവനെ കൊണ്ട് സത്യം. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹ. നഫ്സിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം തന്നെ എടുത്ത് പറയുന്നത് ആ നഫ്സിൽ ഒരേപോലെയാണ് ഫുജൂറും തഖ്വയും, നന്മയും തിന്മയും കുറിച്ചിട്ടുള്ള സൂക്ഷ്മതയെയും അതുപോലെ തന്നെ തെറ്റുകളെയും കുറിച്ചിട്ടുള്ള ബോധങ്ങൾ ഒരുപോലെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് കാണാം. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. ഒരേപോലെയാണ് ആ ബോധങ്ങൾ ഇട്ടിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് എന്താണ് പറയുന്നത്? ഖദ് അഫ്ലഹ മൻ സക്കാഹ. ഈ ബോധങ്ങളെ സംസ്കരിച്ചവൻ, അവൻ ഖദ് അഫ്ലഹ വിജയിച്ചിരിക്കുന്നു എന്നാണ്. വഖദ് ഖാബ മൻ ദസ്സാഹ. ഈ ബോധങ്ങളെ ചവിട്ടിത്താഴ്ത്തിയവനോ അവൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. പരിശുദ്ധ ഖുർആനിൽ ഈ വിജയിച്ചവരാരാണ്, അത് പരാജയപ്പെട്ടവരാരാണ് എന്ന് വിശദീകരിക്കുന്ന പല ഭാഗങ്ങളുണ്ട്. നമ്മൾ അത് നോക്കിയാൽ തന്നെ ഈ ധർമ്മത്തെ എങ്ങനെയാണ് ഇസ്ലാം കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് മനുഷ്യൻ എന്ന് പറയുന്നത് ഒരുപോലെ തന്നെ എല്ലാ സൃഷ്ടികൾക്കും അള്ളാഹു ജീവൻ നൽകുന്നു. ആ ജീവൻ നൽകിയ സൃഷ്ടികൾക്ക് ജന്മവാസന എന്ന പേരിലുള്ള ഒരു വിവരം നൽകുന്നു. കാരണം എല്ലാവർക്കും ഒരു കുഞ്ഞിന് പാല് കുടിക്കാനുള്ള രീതികൾ അത് ആരെങ്കിലും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ജന്മവാസന എന്ന നിലയിൽ നൽകുന്നു. അതുപോലെ തന്നെ ബുദ്ധിയും നൽകുന്നു. അതിൻ്റെ കൂടെ മൂന്നാമതായി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മൂന്നാമത്തെ ഒരു അനുഗ്രഹമാണ്, അതാണ് നന്മയും തിന്മയും കുറിച്ചിട്ടുള്ള ബോധം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ആ നന്മയും തിന്മയും കുറിച്ചുള്ള ബോധം നൽകുക എന്നത് അള്ളാഹുവിൻ്റെ നീതിയുടെ ഭാഗമാണ്. കാരണം നന്മയും തിന്മയെ കുറിച്ചുള്ള ബോധം നൽകിയില്ല എങ്കിൽ, അത് മാത്രമല്ല അതിനാവശ്യമുള്ള വകതിരിവും നൽകിയില്ല എങ്കിൽ, അതിന് സഹായിക്കാൻ കഴിയുന്ന മാർഗവും മുന്നോട്ട് ശ്രമിച്ചില്ല എങ്കിൽ അള്ളാഹു അനീതി നിറഞ്ഞവനായി മാറുന്നു. ഇനി ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നന്മയും തിന്മയെയും വകതിരിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി ആ കൊടുത്ത നന്മയും തിന്മയെയും എങ്ങനെയാണ് അവന് വിശാലമാക്കാൻ കഴിയുക? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് ഫഹദൈനാഹു നജ്ദൈൻ. അവർക്ക് 2 വഴികൾ നാം കാണിച്ചുകൊണ്ട്, ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ. ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട് അവൻ നന്ദിയുള്ളവനാവാം അല്ലെങ്കിൽ നന്ദി കെട്ടവനുമാവാം. കാഫർ എന്നുള്ളതിന് അവിടെ നന്ദി കെട്ടവൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഈ വഴി കാണിച്ചു കൊടുക്കുകയും ആ വഴിയെ ഒരാളുടെ മനസ്സിലുള്ള നന്മയും തിന്മയെക്കുറിച്ചുള്ള ബോധങ്ങളെ വളർത്തുവാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥങ്ങൾ ഇറക്കിക്കൊണ്ട് അതിനെ വളർത്തുവാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ശ്രമിച്ചിട്ടുള്ളത്. കാരണം ആ വകതിരിവിനെ ഏത് മാർഗം തിരഞ്ഞെടുക്കണം എന്നത് ചൂണ്ടിക്കാട്ടിക്കേണ്ടത് സൃഷ്ടാവിൻ്റെ ബാധ്യതയാണ്. അങ്ങനെയാണ് സൃഷ്ടാവും മനുഷ്യനും സൃഷ്ടിയും തമ്മിൽ കണക്ട് ചെയ്യപ്പെടുന്നത്. അതായത് സൃഷ്ടിച്ചു വിട്ടിട്ട് അകന്ന് പോവേണ്ടവനല്ല, മാറിയിരുന്ന് വിശ്രമിക്കേണ്ട ആളല്ല. പകരം തൻ്റെ സൃഷ്ടിക്ക് ആവശ്യമായ വഴി കാണിച്ചു കൊടുക്കലും അത് സൃഷ്ടാവിൻ്റെ ബാധ്യതയായി അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുന്നതായി പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് 2 വഴികൾ കാണിച്ചു കൊടുക്കുന്നു, അതിനാവശ്യമായ മാർഗരേഖകൾ മുന്നോട്ട് വെക്കുന്നു, അതിൽ നിന്ന് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശവും നൽകുന്നു. ഫമൻ ഷാഅ ഫൽയുമിൻ വമൻ ഷാഅ ഫൽയക്ഫുർ. അവൻ ആരാണ് ഉദ്ദേശിക്കുന്നത് അവൻ മുഅ്മിനായിക്കൊള്ളട്ടെ, ആരാണ് ഉദ്ദേശിക്കുന്നത് അവൻ കാഫിറായിക്കൊള്ളട്ടെ. പക്ഷെ അതിൻ്റെ പരിണതിയെക്കുറിച്ചിട്ടുള്ള ബോധവും നൽകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ ഈ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് സൂറത്ത് നിസായിലെ 26 മുതൽ 28 വരെയുള്ള ആയത്തുകളിൽ യുരീദുല്ലാഹു ലിയുബയ്യിന ലക്കും വയഹ്ദിയക്കും സുനനല്ലദീന മിൻ ഖബ്ലിക്കും വയതൂബു അലൈക്കും വല്ലാഹു അലീമുൻ ഹക്കീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് അവർക്ക് വിശദമായി കൊടുക്കുവാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു. അവർക്ക് മുൻകാല സമൂഹങ്ങൾക്ക് സംഭവിച്ച മാർഗങ്ങളൊക്കെയും
അവരുടെ മുമ്പിൽ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഹിദായത്ത് നൽകുവാനും അള്ളാഹു ഉദ്ദേശിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ അവർക്ക് യതൂബു അലൈക്കും, അവരുടെ തൗബ സ്വീകരിക്കുവാനും അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ട്. വല്ലാഹു അലീമുൻ ഹക്കീം. കാരണം അള്ളാഹു മനുഷ്യന്മാരുടെ ജീവിത വ്യവഹാരങ്ങളെക്കുറിച്ച് നന്നായി അറിയുന്നവനും അതിനാവശ്യമായ തരത്തിലുള്ള വിവേകവും ഉള്ളവനാണല്ലോ. അതിനുശേഷം അള്ളാഹു വീണ്ടും പറയുന്നു വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും. അത് അള്ളാഹു മനുഷ്യന്മാർക്ക് തൗബ നൽകുവാനാണ് ആഗ്രഹിക്കുന്നത്. യുരീദുല്ലദീന യത്തബിഊന ഷഹവാത്ത്. എന്നാൽ സ്വന്തമായ താല്പര്യങ്ങൾ പിൻപറ്റുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെന്താണ് ചെയ്യുന്നത്? അൻ തമീലും മൈലൻ അലീമ. അവർ വഴിതെറ്റിപ്പോവാനാണ് അവരും ഉദ്ദേശിക്കുന്നത്. കാരണം അള്ളാഹു തന്നെ പറയുന്നു യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും. മനുഷ്യന്റെ ഭാരങ്ങളെ, മനുഷ്യന്റെ വ്യതകളെ, വിഷമങ്ങളെ, അവൻ്റെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ കുറച്ചു കൊടുക്കുവാനാണ്, ലഘൂകരിക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. കാരണം അള്ളാഹുവിന് തന്നെ അറിയാം ഖുലിഖൽ ഇൻസാന ദഈഫ. മനുഷ്യൻ ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളെ പരിഗണിക്കാൻ കഴിയുന്ന കാരുണ്യവാനായ ഒരു പടച്ചവൻ എന്ന രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ തന്നെ പരിചയപ്പെടുത്തുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ നമുക്ക് ഖുർആനിൽ നഫ്സുകളെ വിശദീകരിക്കുന്നത് കാണാം. പലതരത്തിലുള്ള നഫ്സുകൾ ഒരു മനുഷ്യന്റെ ധാർമ്മികതയുടെ വളർച്ചയുടെ പടവുകളായി നമുക്ക് ആ നഫ്സുകളെ കാണാം. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ അന്നഫ്സുൽ ലവ്വ. ആദ്യം പറയുന്നത് അന്നഫ്സുൽ അമ്മാറത്തും ബിസ്സു, തിന്മ ചെയ്യുവാൻ നമ്മോട് കൽപ്പിക്കുന്ന നഫ്സ്. അതിൽ നിന്ന് മനുഷ്യൻ സ്വയം വളർന്നു വലുതാവുകയും അന്നഫ്സുൽ ലവ്വാമ, ആ തിന്മയെ എതിർക്കുവാൻ നമ്മോട് തന്നെ ആക്ഷേപിക്കുന്ന ഒരു മനസ്സിലേക്കുള്ള ഒരു വളർച്ചയെ ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതിനുശേഷം യാ അയ്യുഹത്തുൻ നഫ്സുൽ മുത്മഇന്ന എന്ന് സ്വന്തം ശാന്തി അടഞ്ഞ ഒരു മനസ്സിൻ്റെ ഒരു വളർച്ചയിലേക്കും ഖുർആൻ പറയുന്നുണ്ട്. ഈ വളർച്ച സംഭവിക്കുന്നത് അള്ളാഹു പറഞ്ഞ രീതിയിലുള്ള ധാർമ്മിക പാഠങ്ങൾ ജീവിതത്തിൽ പുലർത്തുമ്പോഴാണ് എന്ന് നമുക്ക് പരിശുദ്ധ ഖുർആൻ നോക്കുമ്പോൾ കാണാം. ഇതിൻ്റെ കൂടെ തന്നെ എങ്ങനെയാണ് ധാർമ്മികതയെ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കാൻ പറ്റുക, അതെങ്ങനെയാണ് വകതിരിവോടുകൂടി കാണാൻ പറ്റുക എന്ന് കീമിയാവ് സാദ, അത് ആൽക്കമി ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്ന ഈ പ്രധാനമായ ഒരു ബുക്കിൽ ഇമാം ഗസാലി വിശദീകരിക്കുന്നുണ്ട്. ഒരാളുടെ ജീവിത വിജയം എങ്ങനെയാണ് സാധ്യമാകാൻ കഴിയുക, അല്ലെങ്കിൽ ധാർമ്മികതയെ സൂക്ഷിച്ചുകൊണ്ട് എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുക. അദ്ദേഹം അതിൽ 3 തരത്തിലുള്ള ഖുവ്വത്തുകളെ, ശക്തിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒന്ന് ഖുവ്വത്ത് ഷഹ്വത്താണ്. കാരണം നമ്മൾ നേരത്തെ ഓതിയ സൂറത്ത് നിസായിലെ ആയത്തിൽ തന്നെ ഷഹ്വാത്ത് എന്ന് പറയുന്ന ഭാഗം പറയുന്നുണ്ടല്ലോ, തൃഷ്ണ അല്ലെങ്കിൽ ഒരാളുടെ ഡിസയർ, ആഗ്രഹങ്ങളെ, മോഹങ്ങളെ ഇമാം ഗസാലി ഒരു ശക്തിയായി പരിചയപ്പെടുത്തുന്നത് കാണാം. ഖുവ്വത്ത് ഷഹ്വത്ത്, അതായത് സെൻസിബിലിറ്റി, ഇമോഷൻ, അത് വികാര വിചാരങ്ങൾ മനുഷ്യന്റെ ഭാഗമാണ്. പക്ഷെ അതിനെ എന്ത് ചെയ്യണം? അതൊരു ഖുവ്വത്തായിട്ടാണ് അദ്ദേഹം അത് പരിചയപ്പെടുത്തുന്നത്. ആ ഖുവ്വത്ത് പരിചയപ്പെടുത്തുമ്പോൾ പോലും എന്നിട്ട് അദ്ദേഹം അതിന് ശേഷം വിശദീകരിക്കുന്നത് ഒരാളുടെ ഷഹ്വത്ത് ഒരു ശക്തിയും കൂടാണ്. ആ ഷഹ്വത്ത് കൂടുന്നതനുസരിച്ച്, അതായത് വൈകാരിക ചിന്തകൾ കൂടുന്നതോടുകൂടി അത് ഹവയിൽ, ഒരാളുടെ താല്പര്യങ്ങളിൽ അടിപ്പെടുന്നതായിരിക്കാം. അത് കുറയുന്നതോടുകൂടി മനുഷ്യന്റെ മൂല്യങ്ങൾ കുറയുകയും ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹം രണ്ടാമത് പറയുന്നത് ഖുവ്വത്തുൽ ഗളബാണ്, ദേഷ്യപ്രകടനം, അതായത് ഡിഗ്നിറ്റി, ഒരാളുടെ അഭിമാനത്തെ കുറിച്ചിട്ടുള്ള ഒരു ബോധം. അതിനെ ദേഷ്യം എന്നുള്ള സ്വഭാവത്തെ വിശദീകരിച്ചുകൊണ്ടാണ് ഇമാം ഗസാലി പറയുന്നത്. കാരണം ഒരാൾക്കൊരു ദേഷ്യം ഉണ്ടാവുന്നത് മോശമായ ഒരു കാര്യങ്ങൾ നേരിടുമ്പോഴോ അനുഭവിക്കുമ്പോഴോ ആവണം. എന്നിട്ട് അദ്ദേഹം ആ ദേഷ്യത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് അത് കൂടുമ്പോൾ അത് ഒരാൾ അഹങ്കാരിയായി മാറുകയും അത് കുറയുമ്പോൾ അയാളുടെ മാനുഷിക ഗുണങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് മൂന്നാമതായി അദ്ദേഹം പറയുന്നത് ഖുവ്വത്തുൽ ഇൽമ്, വിവരത്തിന്റെ ശക്തി, അതായത് നോളജ് എന്ന് പറയുന്ന ഒരു പവറായി ഇമാം ഗസാലി 11ാം നൂറ്റാണ്ടിൽ തന്നെ വിശദീകരിച്ച് പറയുന്നത് നമുക്ക് കാണാം. ഗ്രാംഷി ഫൂക്കുള്ള ആൾക്കാരൊക്കെയും നോളജിനെ എന്നതൊക്കെയും, നോളജ് പവർ എന്ന് പറയുന്ന ഒരു ഈക്വൽ കൺസെപ്റ്റിനെയൊക്കെയും ഈ അടുത്ത് ആധുനിക കാലത്താണല്ലോ വിശദീകരിക്കുന്നത്. ഇമാം ഗസാലി ഖുവ്വത്തുൽ ഇൽമ്, നോളജിന്റെ പവറിനെ കൂടുതൽ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. എന്നിട്ട് ഇമാം ഗസാലി പറയുന്നുണ്ട് ഈ ഖുവ്വത്തുൽ ഇൽമ്, ഇൽമിന്റെ ശക്തി കൊണ്ട് ഷഹ്വത്തിനെയും നമ്മുടെ വൈകാരിക തൃഷ്ണകളെയും അതുപോലെ തന്നെ ഗളബിനെയും, ഈ ദേഷ്യവും അതുമായി ബന്ധപ്പെട്ട ഇമോഷണൽ ഡീലിങ്ങിനെയും കൈകാര്യം ചെയ്യണം. ഈ ഇൽമ്, വിവരമില്ലാതിരിക്കുന്നതോട് കൂടി തന്നെ നമ്മുടെ തൃഷ്ണകൾക്ക് അതിപ്രസരം ഉണ്ടാവുകയും മാനുഷിക ഗുണങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. വിവരം ഇല്ലാതിരിക്കുമ്പോൾ, വിവരവും വിവേകവും ഇല്ലാതിരിക്കുമ്പോൾ ഒരാൾ അയാളുടെ വൈകാരിക താല്പര്യങ്ങൾ അടിപ്പെടുകയും
മാനുഷിക ഗുണങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. എന്നിട്ട് ഇമാം ഗസാലി വിവരത്തെക്കുറിച്ച് പറയുമ്പോൾ കിതാബുൽ ഇൽമിൽ അദ്ദേഹം പറയുന്നുണ്ട്, വിവരം അത് അള്ളാഹുവിൽ നിന്ന് രൂപപ്പെടുന്നതാവണം. ഇതുകൊണ്ടാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ മൊറാലിറ്റി അല്ലെങ്കിൽ അദബ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ അത് ഡിവൈൻ ആണ്, അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്ന് വിശദീകരിക്കുന്നത്. വിവരം, ജ്ഞാനം ഇത് അള്ളാഹുവിൽ നിന്നാവണം. കാരണം അത് അള്ളാഹു പഠിപ്പിക്കുന്നതാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം. കാരണം വിവരത്തെക്കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആന്റെ ആദ്യത്തെ ആയത്തുകൾ തന്നെ വിവരമാണല്ലോ. വിവരം അള്ളാഹുവിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. അപ്പോൾ ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്ന ധാർമ്മികത ഒരിക്കലും തെറ്റാവുകയില്ല. ആ ധാർമ്മികത മനുഷ്യനെ അത് ഒരു തരത്തിലുള്ള സങ്കുച വീക്ഷണത്തിലേക്കോ അല്ലെങ്കിൽ പരനെക്കുറിച്ചുള്ള അപരൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനേക്കാളും അപ്പുറം തൻ്റെ കൂടെയുള്ളവർ സഹജീവികൾ എന്ന് പറയുന്ന ബോധം നൽകുന്നതാവണം എന്ന് അതിൽ നിന്ന് വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ ജ്ഞാനം എന്നത് ഇസ്ലാമിലെ ധാർമ്മികതയുമായും അദബുമായും അനിഷേധ്യമായി ബന്ധമുള്ളതാണ്. കാരണം അള്ളാഹുവിൽ നിന്ന് തരുന്ന വിവരം അത് ഒരു മനുഷ്യനെ വളരെ സുന്ദരനാക്കിയും നല്ല സ്വഭാവമുള്ളവരാക്കി മാറ്റണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പരിശുദ്ധ ഖുർആൻ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഖദ് അഫ്ലഹ മൻ സക്കാഹ എന്നാണ്. അതായത് ആ നന്മയും തിന്മയും കുറിച്ചുള്ള ബോധങ്ങളെ സംസ്കരിച്ചവൻ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ ആരാണ് വിജയിച്ചത് എന്ന് പറയുവാൻ വേണ്ടി വിശദീകരിക്കുന്ന ചില ആയത്തുകളുണ്ട്. സൂറത്തുൽ മുഅ്മിനൂനിൽ 1 മുതൽ 11 വരെയുള്ള ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിച്ചവരെ വിശദീകരിച്ച് പറയുന്നത് കാണാൻ കഴിയും. അതായത് വിജയിക്കുന്നവരുടെ സ്വഭാവം എന്താണ്. നമുക്ക് ആ ആയത്തുകളിൽ നിന്ന് മാത്രം തന്നെ എന്താണ് ഇസ്ലാം അദബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദബ് എന്ന് പറയുന്നത് വളരെ വ്യക്തിഗതമായ കാര്യങ്ങളായി മനുഷ്യനോ മറ്റ് സമൂഹ ജീവികളോട് യാതൊരു ബന്ധവുമില്ലാത്ത, ഒരു തരത്തിലുള്ള എമ്പതിയോ സിമ്പതിയോ പ്രകടിപ്പിക്കാത്ത, വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയ ഒരു കൺസെപ്റ്റ് അല്ല ധാർമ്മികത. പകരം ധാർമ്മികത എന്നത് വളരെ വിശാലമായ അർത്ഥമാനങ്ങളുള്ള ഒരു ആശയം എന്ന നിലയിലാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. സൂറത്തുൽ മുഅ്മിനൂൻ ആയത്തുകൾ നോക്കുക. അത് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ വിജയിച്ചിരിക്കുന്നു. ഈ മുഅ്മിനുകൾ ആരാണ്? അവർ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരുടെ നമസ്കാരങ്ങളിൽ ഖുശൂ, ഭയഭക്തിയുള്ളവർ. അതായത് ഒരു മുഅ്മിൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വിശ്വാസമുള്ളവനാണ്. വിശ്വാസമുള്ളവന്റെ ആദ്യത്തെ ഉത്തരവാദിത്തം ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കലാണ്. ആ ആചാരാനുഷ്ഠാനങ്ങൾ ചടങ്ങുകളല്ല എന്നതിനേക്കാളും അപ്പുറം തങ്ങൾ സ്വീകരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളെ വളരെ സൂക്ഷ്മമായും ജാഗ്രതയോടും ഭയത്തോടും കൂടി സമീപിക്കേണ്ടവരാവണം. എന്നാൽ മാത്രമേ ഈ ആചാരാനുഷ്ഠാനങ്ങൾ അയാളുടെ ജീവിതത്തിൽ എഫക്റ്റ് ചെയ്യുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം നമസ്കാരത്തെക്കുറിച്ച് തന്നെ പറയുന്നുണ്ടല്ലോ, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഇവിടെ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്നാണല്ലോ പറഞ്ഞത്. ആ നമസ്കാരത്തിന്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് ഖുർആൻ തന്നെ എന്താണ് പറഞ്ഞത്? ഇന്ന സ്വലാത്ത് തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം എന്നത് ഫഹ്ശാ, വൃത്തികെട്ട കാര്യങ്ങളിൽ നിന്നും, മുൻകർ, തിന്മകളിൽ നിന്നും തടയുന്നതാണ് എന്നാണ്. അതായത് അങ്ങനെയുള്ള കാര്യങ്ങൾ തടഞ്ഞില്ല എങ്കിൽ, തടയുന്നതല്ലാത്ത നമസ്കാരമാണ് എങ്കിൽ അതിൽ ഭയം, ഖുശൂ ഉണ്ടാവുകയില്ല എന്നാണ് അർത്ഥം. അതൊരു വെറും ചടങ്ങായി മാറുന്നു എന്നാണ് അർത്ഥം. കാരണം തിന്മയെ എതിർക്കാൻ കഴിയുന്ന, തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്ന, ജീവിതത്തിൽ ഒരു വൃത്തികെട്ടതോ മ്ലേച്ഛതയോ ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിതം പ്രൊവൈഡ് ചെയ്യുന്ന കൺസെപ്റ്റാണ് നമസ്കാരം എന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പിനെ കുറിച്ച് പറയുന്നത് കാണാമല്ലോ. രാവിലെ മുതൽ വൈകുന്നേരം ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ എന്നാൽ വായി തോന്നിയൊക്കെ പറയുകയും മോശം പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ നോമ്പ് പടച്ചവന് വേണ്ടതില്ല എന്ന് പറയുന്ന ഹദീസ് നമുക്കറിയാം. അതായത് ഇസ്ലാമിൻ്റെ ഓരോ ആചാരാനുഷ്ഠാനങ്ങളും എടുത്തു നോക്കുക. ആ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം അത് സമൂഹവുമായും ഇതരരുമായും ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. നമ്മളുടെ മറ്റുള്ള ഒരാളോടുള്ള ബന്ധം സുന്ദരവും സൂക്ഷ്മവും സുരക്ഷിതവുമാവാത്തിടത്തോളം കാലം നമ്മളുടെ ഇബാദത്തും നമ്മുടെ ഈമാനും പൂർത്തിയാവുകയില്ല എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. കാരണം മുസ്ലിം ആര് എന്ന് പറയുന്ന പരിചയപ്പെടുന്ന ഹദീസ് നോക്കുക. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമു മിൻ ലിസാനിഹി വയദിഹി. മറ്റൊരു ഹദീസിൽ മൻ സലിമൻ നാസ് എന്നുണ്ട്. അതായത് ഒരു മുസ്ലിം തൻ്റെ കൂടെയുള്ള സഹമുസ്ലിം എന്നിൽ നിന്ന്, എൻ്റെ നാക്കിൽ നിന്നോ എൻ്റെ പ്രവർത്തനത്തിൽ നിന്നോ രക്ഷപ്പെടാത്തിടത്തോളം കാലം മുസ്ലിം ആവാൻ എനിക്ക് കഴിയില്ല. മറ്റൊരു ഹദീസിൽ ജനങ്ങളും കൂടി രക്ഷപ്പെടണം.
എൻ്റെ 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 പക്കത്ത് എൻ്റെ വായിൽ നിന്നും എൻ്റെ കയ്യിൽ നിന്നും എൻ്റെ കൂടെയുള്ള ജനങ്ങൾ സുരക്ഷിതാവാത്രത്തോളം കാലം എനിക്ക് മുസ്ലിം ആവാൻ കഴിയില്ല എന്നാണല്ലോ ആ ഹദീസിൻ്റെ ആശയം. അതായത് മുസ്ലിം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് പോലും മറ്റുള്ളവരുടെ ജീവിതവും സുരക്ഷിതവും മറ്റുള്ളവരുമായിട്ടുള്ള എൻഗേജ്മെൻറ്റും കൂടി കണക്ട് ചെയ്തുകൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് നോക്കുക, അത് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറയുന്നതിൻ്റെ രണ്ടാമത്തെ വിശേഷണമായി അള്ളാഹു പറയുന്നത് വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ എന്നാണ്. അതായത് വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവർ, ജീവിതത്തിൽ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവർ, സമയം വേസ്റ്റാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവർ, ഉപകാരപ്രദമായ കാര്യങ്ങളിൽ മാത്രം ഇടപെടുന്നവർ എന്നാണ് അതിൻ്റെ പരോക്ഷമായ അർത്ഥം. നോക്കുക, അതായത് സമയം വേസ്റ്റാക്കുന്നവരല്ല മുഅ്മിനുകൾ. കാരണം ധാർമ്മികത എന്നത് ഉപകാരപ്രദമായി മാറണം എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത്. അടുത്ത വിശദീകരണം നോക്കുക, വല്ലദീനഹും ലിസ്സക്കാത്തി ഫായിലൂൻ, അവർ സക്കാത്ത് ചെയ്യുന്നവരാണ്, നൽകുന്നവരാണ് എന്നാണ് വീണ്ടും മൂന്നാമതായി എടുത്ത് പറയുന്നത്. അതായത് സക്കാത്ത് എന്ന് പറയുന്നത് ഒരുപക്ഷെ അവരുടെ സ്വന്തം സംസ്കരണ പ്രവർത്തനങ്ങളായി ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതല്ല, സക്കാത്ത് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന സാമ്പത്തികമായ വ്യവഹാരവുമായി ബന്ധപ്പെട്ടതാവാം. സക്കാത്തിന്റെ ആശയം നമുക്കറിയാമല്ലോ. അതായത് എൻ്റെ സമ്പത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക നൽകുന്നതോടുകൂടി എൻ്റെ സമ്പത്തും എൻ്റെ ജീവിതവും സംസ്കരിക്കപ്പെടുന്നു എന്നുള്ളതാണല്ലോ. അതായത് ഞാൻ മറ്റൊരാൾക്ക് നൽകുന്നതിലൂടെയാണ് എൻ്റെ സ്വഭാവം സംരക്ഷിക്കപ്പെടുക എന്നതാണല്ലോ ഇസ്ലാം പറയുന്നത്. മറ്റൊരാൾക്ക് അയാളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു ജനം തങ്ങളുടെ കൂടെയുള്ള കഷ്ടപ്പാടുകളും പരാധീനതകളും അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ ഇല്ലാതാക്കുന്നതിലൂടെയാണ് നമ്മളുടെ ഒരു സ്വഭാവം സംസ്കരിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു ആശയം ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത്രത്തോളം വിശദമായ ഒരർത്ഥം അതിലുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അടുത്തതായി പറഞ്ഞു നോക്കുക, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് ഐമാനുഹും ഫൈനഹും ഗൈറു മലൂമീൻ. അതായത് ഒരാളുടെ ലൈംഗിക സദാചാരത്തെയും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയത്തിന്റെ ഭാഗമായി, ജീവിത വിജയത്തിന്റെ ഭാഗമായി എണ്ണുന്നത് നമുക്ക് കാണാം. തങ്ങളുടെ കീഴിലുള്ള, അതായത് ഭാര്യമാരും ആരാണോ തങ്ങളുടെ കീഴിലുള്ളവരോട് മാത്രം ലൈംഗിക ജീവിതം ജീവിക്കുകയും പുറത്തേക്ക് ആ കോൺട്രാക്റ്റിന് അപ്പുറത്തുള്ള പുറത്തേക്ക് താല്പര്യങ്ങൾ പ്രകടിപ്പിക്കുന്നവർ അക്രമികളും അതിലംഘിക്കുന്നവരുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുന്നു. അദബെന്ന് പറയുന്നതിന് സെക്ഷൽ മൊറാലിറ്റിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലോ. അതായത് സെക്ഷൽ മൊറാലിറ്റിയെയും പരിരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നവനാണ് വിജയി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിൻ്റെ അടുത്ത നോക്കുക, വല്ലദീനഹും ലി അമാനാതിഹിം വഅഹദിഹിം റാഊൻ, അവരോട് ഏൽപ്പിച്ച അമാനത്തുകളും അവർ ഏറ്റ കരാറുകളെയും സംരക്ഷിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യുന്നവരാണ്. അതായത് അവിടെയും ഒരു സോഷ്യൽ എത്തിക്സുമായി ബന്ധപ്പെട്ട വർത്തമാനമാണല്ലോ. വീണ്ടും വല്ലദീനഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ, നമസ്കാര ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ച് അതിനെ സംരക്ഷിക്കുകയും അതിൽ സൂക്ഷ്മമായ ബോധം നിലനിർത്തുകയും ചെയ്യുന്നവരാണ്. ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫിഹാ ഖാലിദൂൻ. ഇങ്ങനെയുള്ളവർക്കാണ് സ്വർഗത്തിൽ അവിടെ അവർക്ക് സ്വർഗത്തിന് അനന്തരാവകാശികളായി, സ്വർഗത്തിന്റെ അവകാശികളായി മാറാൻ പറ്റുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇതാണ് അഫ്ലഹ മൻ സക്കാഹ എന്ന ആയത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കിട്ടുന്ന ഒരു അർത്ഥം. രണ്ടാമത് നോക്കുക, വമൻ ഖാബ മൻ ദസ്സാഹ, ഖാബ മൻ ദസ്സാഹ, അതിനെ ചവിട്ടി താഴ്ത്തിയവർ പരാജയപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ തന്നെ പരാജയത്തെ പരാമർശിക്കുവാനുള്ള ഉപയോഗിച്ച മറ്റൊരു പദപ്രയോഗമാണ് ഖുസ്ർ എന്നുള്ള പദപ്രയോഗം. ഖുസ്റാൻ എന്ന് നമുക്കതിനെ ഉപയോഗിക്കാം. സൂറത്തുൽ അസ്റിൽ ആ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ നഷ്ടത്തിലാണ്. ആരൊഴികെ, ഇല്ലല്ലദീന ആമനു വ അമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ, 4 കാര്യങ്ങൾ ചെയ്യുന്നവരൊഴികെ. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയെന്നല്ല പറയുന്നത്, ഈമാൻ ഉണ്ടായാൽ രക്ഷപ്പെടുമെന്നല്ല പറയുന്നത്. അവിടെ അമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മം പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത്. ഒരു അമല് എപ്പോഴാണ് സ്വാലിഹായി മാറുന്നത്? പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ച് പറയുന്നത് കാണാം നമുക്ക്. ഒരമല് അത് സ്വാലിഹായി മാറുന്നത് അള്ളാഹ് പറഞ്ഞത് ചെയ്യുമ്പോഴാണ്, പറഞ്ഞ പ്രകാരം ചെയ്യുമ്പോഴാണ്, അള്ളാഹുവിൻ്റെ തൃപ്തി കാംക്ഷിച്ചു കൊണ്ട് ചെയ്യുമ്പോഴാണ്. അപ്പോഴാണ് ഒരു അമല് സ്വാലിഹാവുന്നത്. അതായത് അള്ളാഹ് പറഞ്ഞത് നല്ലതേ അള്ളാഹ് പറഞ്ഞിട്ടുള്ളൂ, തൊയ്യിബേ അള്ളാഹ് ചെയ്യാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ മോശം അള്ളാഹു എപ്പോഴും തൊയ്യിബ് ഹലാലാക്കുകയും
വേണ്ടാത്ത ഖബായിസുകൾ ഹറാമാക്കുകയും അള്ളാഹു ചെയ്തിട്ടുണ്ട്. ഖബായിസ് എന്ന് പറയുന്നത് വൃത്തികെട്ടുകൾ, മ്ലേച്ഛമായത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അത് ഹറാമാക്കി. തൊയ്യിബാത്തുകൾ അള്ളാഹു ഹലാലാക്കി. അതായത് അള്ളാഹു ഹലാലാക്കിയത് തൊയ്യിബാത്തുകൾ മാത്രമാണ്. അള്ളാഹു ഹറാമാക്കിയത് അത് ഖബായിസ്, വൃത്തികെട്ടത് മാത്രമാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ടാണ് ഒന്ന് ഈമാൻ ഉണ്ടായാൽ മാത്രം പോരാ, അത് അള്ളാഹ് പറഞ്ഞ പ്രകാരം അള്ളാഹിനെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് ചെയ്യണം. അതും മാത്രം പോരാ. അല്ലെങ്കിൽ ഒരാൾ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ ഈമാനും അമലുസാലിയും മാത്രം പോരാ. മൂന്നാമത് എന്താണ് പറയുന്നത്? വതവാസോബിൽ ഹക്ക്, ഹക്ക് കൊണ്ട് പരസ്പരം വസിയത്ത് നൽകുന്ന, ഉപദേശം നൽകുന്നവരുമാവണം. മൂന്നാമത്തെ ക്രൈറ്റീരിയൻ ആണത്, മൂന്നാമത്തെ കണ്ടീഷൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ് ഹക്ക് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ഹക്ക് എന്ന് പറയുന്നത് അത് അൾട്ടിമേറ്റ് ട്രൂത്ത് എന്നുള്ളൊരു അർത്ഥമുണ്ടല്ലോ. രണ്ടാമത് ഹക്കിന് റൈറ്റ്, അവകാശം എന്നുള്ള അർത്ഥമുണ്ട്. ഹക്കിന് റെസ്പോൺസിബിലിറ്റി എന്നുള്ള അർത്ഥമുണ്ട്. ഹക്കിന് ന്യായമെന്നും ധർമ്മം എന്നുമുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ഈ സത്യത്തെക്കുറിച്ച് പരസ്പരം ഉപദേശിക്കാൻ കഴിയണം, പോരാ. അവകാശത്തെക്കുറിച്ചും പരസ്പരം ഉപദേശിക്കാൻ കഴിയണം, അതും പോരാ. ബാധ്യതകളെക്കുറിച്ചും പരസ്പരം ഉപദേശിക്കാൻ കഴിയണം. അതിൻ്റെ കൂടെ ധർമ്മവും ന്യായവും കുറിച്ചും പരസ്പരം ഉപദേശിക്കാൻ കഴിയുന്നവരെയാണ് വതവാസോബിൽ ഹക്ക് എന്നതുകൊണ്ട് പറയുന്നത്. ഈമാനും അമലി സാലിഹാത്തും മാത്രമായാൽ ശരിയാവുകയില്ല. അത് ശരിയാവണമെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള വതവാസോബിൽ ഹക്കും വേണം. അതും പോരാ. വതവാസോബ് സബർ, റെസീലിയൻസിൻ്റെ, അതായത് വിട്ടുവീഴ്ചയില്ലാത്ത തരത്തിലുള്ള സ്റ്റെഡിനെസ്സിൻ്റെ, എന്തിനേയും നേരിടാൻ പറ്റുന്ന സ്ഥൈര്യവും സഹനവും അതുപോലെ തന്നെ ക്ഷമയും കൊണ്ടിട്ടുള്ള പരസ്പര ഉപദേശവും വേണം. ഈ 4 കാര്യങ്ങൾ ചെയ്യുന്നവരാണ് വിജയികളെന്നും അല്ലാത്തവരൊക്കെ പരാജയപ്പെട്ടതാണെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതായത് ധർമ്മം, ധാർമ്മികത, അദബ് എന്നത് സ്വന്തം ജീവിതത്തിൽ സ്വന്തം കാര്യം നോക്കി നടക്കുന്നത് മാത്രമല്ല, പകരം ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടുന്നതും അവരുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതും അതിൻ്റെ കൂടെ തന്നെ അവകാശവും ഉത്തരവാദിത്വവും ഒരുപോലെ ബോധിപ്പിക്കുന്നതും അതിനാവശ്യമായ തരത്തിലുള്ള ധർമ്മവും ന്യായവും ഒരുപോലെ ചർച്ച ചെയ്യുകയും ചെയ്യുന്നവരുമാണ്. ഈ ഒരു മാർഗത്തിൽ സഹനവും ക്ഷമയും സ്ഥൈര്യത്തോടും കൂടി നിലനിൽക്കുന്നവർ മാത്രമാണ് വിജയിക്കുന്നവർ എന്ന തരത്തിൽ പറയുന്നുണ്ട്. ധർമ്മം എന്നത് ഈ തരത്തിൽ സമീപിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ഈ വിഷയത്തിൽ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ബഖറയിൽ 117-ാമത്തെ ആയത്തിൽ ഈ ബിർറ്, പുണ്യം എന്താണെന്ന് പറയുന്നുണ്ടല്ലോ. സാധാരണ ധർമ്മം, അധർമ്മം, സത്യം അസത്യവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ പൊങ്ങി വരുന്ന ഒരു പദപ്രയോഗമാണല്ലോ ഈ പുണ്യം എന്ന് പറയുന്നത്. എന്താണ് നന്മ? നന്മയുടെ അടിസ്ഥാനം എന്താണ്? നന്മ എന്നത് ഒരു സാത്വികമായ ഒരു ജീവിതം ജീവിച്ചാൽ അത് എങ്ങനെയാണ് അള്ളാഹുവിന് സ്വീകരിക്കുക? അതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ച സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 117-ാമത്തെ ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അവിടെ അള്ളാഹ് പറയുന്നുണ്ട്, ലൈസൽ ബിർറാൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്, അതായത് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിക്കുന്നതല്ല പുണ്യം. വലാക്കിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ മലായികത്തി വൽ കിതാബ് വൻ നബിയീൻ, നമ്മുടെ ഈമാൻ കാര്യങ്ങളിൽ വിശ്വസിക്കുക എന്നീ പറയുന്നുണ്ട്. അള്ളാഹുലും പരലോകത്തിലും മലക്കുകളിലും കിതാബിലും പ്രവാചകന്മാരിലും എല്ലാം വിശ്വസിക്കുന്നത് പുണ്യത്തിന്റെ ഭാഗമാണ്. പക്ഷേ അത് മാത്രമല്ല പുണ്യം. പകരം വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ വബ്നു സബീൽ വസ്സായിലീന വഫിർ റിഖാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സ്വന്തം പണം അതിനോട് ഇഷ്ടമുണ്ടായിട്ടും അതിന് കുടുംബക്കാർക്കും യതീമുകൾക്കും മിസ്കീനുകൾക്കും പ്രാന്തവൽക്കരിക്കപ്പെട്ട ആൾക്കാർക്കും വഴിയാത്രക്കാർക്കും നാടോടികൾക്ക്, അതായത് ആരോരുമില്ലാത്ത ആൾക്കാർക്കും, വബ്നു സബീൽ വസ്സായിലീന ആവശ്യക്കാർക്കും, വഫിർ റിഖാബ് അടിമത്തത്തിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർക്കും ആണ് സമ്പത്ത് നൽകേണ്ടത്. എങ്ങനെയാണ് നൽകേണ്ടത്? അലാ ഹുബ്ബിഹി, അതിനോട് ഇഷ്ടമുണ്ടായിട്ട് പോലും നൽകണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നോക്കുക, അതായത് ഈമാൻ കാര്യങ്ങളിൽ വിശ്വസിച്ചാൽ മാത്രം പുണ്യമാവുകയില്ല. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, ഒരു എമ്പതി നിറഞ്ഞ, കമ്പാഷൻ നിറഞ്ഞ ഒരു ലൈഫ് ഇല്ലാത്ത വിശ്വാസിയെ അള്ളാഹു സ്വീകരിക്കില്ല എന്നാണ് പറയുന്നത്. അതിൽ അള്ളാഹു പ്രത്യേകം വേണ്ടിയതാണ് വഫിർ റിഖാബ്, അടിമത്തം. ഇന്നത്തെ കാലത്ത് അടിമത്തമില്ലല്ലോ. ആധുനിക പണ്ഡിതന്മാർ ഈ അടിമത്തവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് കടബാധ്യതയിൽ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരെ രക്ഷിക്കലാണ് അടിമത്തത്തിൽ നിന്നുള്ള മോചനം എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ആലോചിച്ച് നോക്കുക, ഖുർആനിലെ ഒരു പദത്തെ തന്നെ എത്രത്തോളം അള്ളാഹു പണ്ഡിതന്മാർ അതിനെ ഒരു സാമൂഹിക സോഷ്യൽ വെൽഫെയറുമായി കണക്ട് ചെയ്യുന്നതായി കാണാം. അതേ ആയത്തിൽ അള്ളാഹു വീണ്ടും പറയുന്നത് വഖാമ സ്വലാത്ത വാത സക്കാത്ത്, നമസ്കരിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യുക.
അതായത് റിച്വലിനെ കുറിച്ച് വീണ്ടും പറയുകയും ആ റിച്വൽ പൂർത്തിയാവുന്നത് എങ്ങനെയാണ്? അത് ഇത്താഉ സക്കാത്തിലൂടെയാണ്, സക്കാത്ത് നൽകുന്നതിലൂടെയാണ്. മറ്റുള്ളവർക്ക് സ്വന്തം ധനം നൽകിക്കൊണ്ട് സ്വയം സംസ്കരിക്കുന്ന രീതി, അതായത് വെൽഫെയറിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദബുമായി കണക്ട് ചെയ്യുന്നത് നമുക്കിവിടെ കാണാം. വീണ്ടും അള്ളാഹു പറയുന്നു, വൽ മൂഫൂന ബി അഹദിഹിം ഇദാ ആഹദൂ, കരാറുകൾ ചെയ്താൽ കരാർ പാലിക്കുകയും ചെയ്യുന്നതിലാണ് പുണ്യമുള്ളതെന്ന് പറയുന്നു. അത് മാത്രമല്ല, വസ്സാബിരീന ഫിൽ ബഅ്സാഇ വൽ ളറാ, അത് നല്ല സാഹചര്യത്തിലും മോശമായ സാഹചര്യത്തിലും പ്രയാസമുള്ള ഏത് സാഹചര്യത്തിലും അതിൽ സ്ഥൈര്യത്തോടെ നിലനിൽക്കുന്നതിലാണ് പുണ്യം എന്ന് പറയുന്നത്. ഉലായിക്കല്ലദീന സ്വദഖൂ, ഇങ്ങനെയുള്ളവരാണ് അള്ളാഹുവിലുള്ള വിശ്വാസത്തെ സത്യപ്പെടുത്തിയവർ. വ ഉലായിക ഹുമുൽ മുത്തഖൂൻ, അവരാണ് മുത്തഖികൾ. അതായത് ആരാണ് സ്വാദിഖീങ്ങൾ, ആരാണ് മുത്തഖീങ്ങൾ എന്നുള്ള വിശദീകരണമാണ് ഈ ആയത്തിലൂടെ പറയുന്നത്. അതായത് ഈമാൻ പുലർത്തുകയും ആ ഈമാന്റെ അടിസ്ഥാനത്തിൽ സോഷ്യൽ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുകയും എന്നാൽ ധാർമ്മിക സദാചാര മൂല്യങ്ങൾ കീപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മുത്തഖി എന്നും സ്വാദിഖി എന്നുള്ള ആ പദങ്ങളിലൂടെ വിശദീകരിക്കുന്നത്. അത്രത്തോളം ആഴത്തിൽ വലിപ്പം നമുക്ക് ഈ വിഷയത്തിൽ കാണാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിൽ നമ്മളിൽ പെട്ടവരല്ല എന്ന രീതിയിൽ വിശദീകരിക്കുന്ന ചില ഹദീസുകളുണ്ട്, ലൈസ മിന്ന എന്ന തരത്തിൽ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോഴും വയർ നിറച്ച് കഴിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. അല്ലെങ്കിൽ ഫമൻ അഗശ ഫലൈസ മിന്ന, വഞ്ചിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. നമ്മളിലെ ചെറുപ്പക്കാരോട് കാരുണ്യം കാണിക്കുകയും മുതിർന്നവരോട് റെസ്പെക്റ്റും കാണിക്കാത്തവൻ നമ്മളിൽ പെട്ടവനല്ല. ഒരു അമാനത്ത് വിശ്വസിച്ച ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ അത് വിശ്വസതയോട് കീപ്പ് ചെയ്യാൻ കഴിയാത്തവൻ നമ്മളിൽ പെട്ടവനല്ല. ഇത് മുഴുവൻ പഠിപ്പിച്ച സുന്നത്തിനെ ഇഷ്ടപ്പെടാത്തവൻ, മൊമൻ റായിബാൻ സുന്നത്തി ഫലൈസ മിന്നി, എൻ്റെ ഈ തരത്തിലുള്ള ധാർമ്മിക സദാചാര ബോധങ്ങൾ ഇഷ്ടപ്പെടാത്തവനും നമ്മളിൽ പെട്ടവനല്ല. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലൈസ മിന്ന മൻ ഷഖൽ ജുയൂബ്, അതായത് വസ്ത്രങ്ങളൊക്കെ വലിച്ചു കീറുന്നതും വലത്തമൽ ഹുദൂദ്, അതുപോലെ തന്നെ ഈ കബളുകളിൽ അടിക്കുകയും ജാഹിലിയ, ജാഹിലിയത്തിന്റെ വിളി, അധാർമികതയിലേക്കും സദാചാര ലംഘനങ്ങളിലേക്കും അക്രമങ്ങളിലേക്കും എല്ലാ തരത്തിലുള്ള ജാഹിലിയത്തിന്റെ വിളി വിളിക്കുന്നവൻ ലൈസ മിന്ന, നമ്മളിൽ പെട്ടവനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. കാരണം ഖുർആൻ ജാഹിലിയത്തിനെ പരിചയപ്പെടുത്തുന്ന നാല് പ്രധാനപ്പെട്ട പദപ്രയോഗങ്ങളുണ്ടല്ലോ, അതും അദബുമായി തന്നെ ബന്ധപ്പെട്ടതാണ്. അതൊരു മൊറാലിറ്റിയും സോഷ്യൽ എത്തിക്സുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നാണ് അതിൽ തബറുജുൽ ജാഹിലിയ, സദാചാര ലൈംഗിക ബോധവുമായി ബന്ധപ്പെട്ടത്. അതിന് ബദലായി ഇസ്ലാം പഠിപ്പിക്കുന്നത് അത് ഇസ്ലാം തന്നെയാണ്, ഇസ്ലാമിന്റെ അദബാണ്. രണ്ടാമത് ലൊന്നുൽ ജാഹിലിയ, ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ആൾക്കാരെ തെറ്റിദ്ധരിക്കുകയും റൂമറുകൾ പരത്തുകയും ചെയ്യുന്ന ആ ലൊന്നിനേക്കാളും ഊഹാപോഹങ്ങളെക്കാളും ശരിയായ അദബ് ഇസ്ലാം പഠിപ്പിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് കാണാം. കാരണം സൂറ ഹുജറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ ളൊന്ന് ഇന്ന ബഅദൽ ളൊന്നി ഇസ്മുൻ വലാ യഗ്തബ് ബഅദുകും ബഅദ വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുകും ബഅദ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഊഹാപോഹങ്ങൾ അത് ഒഴിവാക്കണം. കാരണം ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് അയാളുടെ അനുവാദമില്ലാതെ കടന്നു കയറുന്ന ജാസൂസി, തജസ്സുസ്, ഈ ചുഴിഞ്ഞന്വേഷണങ്ങൾ സംഭവിക്കുക. അതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിലൂടെയാണ് നമ്മൾ ഏഷണി പരദൂഷണം നടത്തുക. വലാ യഗ്തബ് ബഅദ. കാരണം അതിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല താരതമ്യപ്പെടുത്തുന്നത് അയ്യുഹിബ്ബു അഹദുക്കും അയഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരഹ്തുമൂഹു എന്നുള്ളതാണ്. സ്വന്തം മരിച്ച സഹോദരന്റെ ശവം തിന്നുന്നതിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല തുല്യപ്പെടുത്തുന്നത്. കാരണം ധാർമ്മികത ജീവിതത്തിലെ ഗൈബത്ത്, നമീമത്ത് എന്ന് പറയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുക. ലൈസ മിന്നി ദു ഹസദിൻ വലാ നമീമത്തിൻ വലാ കഹാന വലാ അനാ മിൻഹു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഹസദുള്ളവൻ, ഗൈബത്ത് നമീമത്ത് പറയുന്നവൻ, അതുപോലെ തന്നെ ബാക്കിയുള്ള അനാചാരങ്ങളുടെ പുറകെ പോകുന്നവൻ അവൻ എന്നിൽ പെട്ടവനല്ല എന്നാണ് പറയുന്നത്. ഈ തരത്തിലുള്ള ധാർമ്മിക ലംഘനങ്ങൾ, സദാചാര വിരുദ്ധമായ കാര്യങ്ങളൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക മാർഗനിർദ്ദേശങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്തിനാണ്? ഈ ഒരു ബോധത്തിന് വേണ്ടിയിട്ടാണ്. മൂന്നാമതായി ജാഹിലിയത്തിനെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഹമിയത്തുൽ ജാഹിലിയ എന്നുള്ളതാണ്. സകലവിധ വിദ്വേഷ വൈരാഗ്യ ബോധങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഹമിയത്ത് എന്ന് പറയുന്നത്. അത് പലപ്പോഴും എന്താണ് ഉണ്ടാവുന്നത്? മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങളിലേക്കും മറ്റുള്ളവർക്കെതിരെ അക്രമങ്ങൾ അഴിച്ചുവിടുന്നതിലേക്കും ആ ബോധം നയിക്കും. അതിന് പകരം ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ്? അത് നീതിയാണ്. കാരണം പരിശുദ്ധ ഖുർആൻ തന്നെ ആ വിഷയം വളരെ വിശദമായി തന്നെ സംസാരിക്കുന്നത് കാണാം. സൂറത്തുൽ മാഇദയിൽ 2-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, 2-ാമത്തെ ആയത്തിൽ തന്നെ പറയുന്നത്
വിശ്വാസികൾ ഏത് രീതിയിലാണ് ബാക്കിയുള്ളവരുടെ ഇതര മതസ്ഥരുടെ ആ ചിന്തകളെയും രീതികളെയും സമീപിക്കേണ്ടത്. വലാ യജ്രിമന്നക്കും ഷനആനു ഖൗമിൻ അലാ വലാ യജ്രിമന്നക്കും ഷനആമിൻ ഖൗമിൻ അൻ സദ്ദൂക്കും അൻ മസ്ജിദിൽ ഹറാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതായത് അന്ന് മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെയാണ് കഅബയിലേക്ക് ഇസ്ലാമിന്റെ ശത്രുക്കളായ ആൾക്കാർ പോലും ഹജ്ജിന് യാത്ര ചെയ്തിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറയുന്നത്, നിങ്ങൾക്ക് അവരോട് ശത്രുത ഉണ്ടെങ്കിൽ പോലും, അത് ജാഹിലി രീതികളിലാണ് അവർ ഹജ്ജ് ചെയ്യുന്നെങ്കിൽ പോലും, അവരെ അള്ളാഹുവിലേക്ക്, ആ പള്ളിയിലേക്ക് പോകുന്നതിൽ നിന്ന് തടയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത്. അതായത് തങ്ങളുടെ ശത്രുക്കളാണെങ്കിൽ പോലും തങ്ങളുടെ ഭൂമിയിലേക്ക് ഏതോ ഇബ്രാഹിമി മില്ലത്തിന്റെ രീതിയിൽ, അത് ജാഹിലിയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ആരാധന നിർവഹിക്കുന്നെങ്കിൽ പോലും, അവരോടുള്ള വൈരാഗ്യം കാരണത്താൽ അവരെ തടയാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറയുന്നത്? താവനു അലൽ ബിർരി വത്തഖ്വ വലാ താവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പൊതു നന്മയെയും സൂക്ഷ്മതയുടെയും ജാഗ്രതയും കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുക. വലാ താവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ഒരു തരത്തിലുള്ള പാപത്തിന്റെയും കുറ്റങ്ങളുടെയും കാര്യത്തിലും ശത്രുതയുടെയും കാര്യത്തിൽ പരസ്പരം സഹകരിക്കാതിരിക്കുകയും ചെയ്യുക. അതായത് അദബ്, ഇസ്ലാമിൽ അദബ് എന്ന് പറയുന്നത് സ്വയം സൂക്ഷിക്കുകയും ബാക്കിയുള്ളവരോട് സ്നേഹപ്രകടനം നടത്തുകയും അതുപോലെ തന്നെ പൊതു നന്മയും ജനങ്ങൾക്ക് നന്മ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളിലെയും ഏകോപിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. എന്നാൽ ശത്രുതയുടെ ഏതെങ്കിലും അംശം ഉണ്ടാവുന്ന ഒരു പ്രവർത്തനത്തിൽ കൂടെ നിൽക്കാതിരിക്കുകയും ചെയ്യുക. കാരണം പരിശുദ്ധ ഖുർആൻ ഈ ആശയങ്ങളെ സംസാരിക്കുമ്പോൾ ഷിർക്കിനെ കുറിച്ച് വളരെ നിശിതമായി വിമർശനം നടത്തുന്നത് നമുക്ക് കാണാം. ഖുർആൻ പറയുന്നുണ്ട്, ഇന്ന ഷിർക്ക് ലദുലുമുൻ അദീം. ഷിർക്ക് എന്ന് പറയുന്നത് ഏറ്റവും ഭീകരമായ ദുൽമ തന്നെയാണ്. കാരണം അള്ളാഹു തൗഹീദ് പഠിപ്പിച്ചു, പിന്നീട് മനുഷ്യന്മാർ അത് ബഹുദൈവാരാധന കൊണ്ടുവന്നു. പക്ഷേ ഈ ആശയത്തോടുള്ള നിശിതമായ വിമർശനം മനുഷ്യന്മാരോട് അള്ളാഹ് നടത്തുന്നില്ല. അള്ളാഹ് പറയുന്നത് സൂറത്തുൽ അൻആമിലെ 108-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നുണ്ടല്ലോ, വലാ തസ്ബുല്ലദീന യദഊന മിൻ ദൂനില്ലാഹി ആഖർ വലാ തസ്ബുല്ലദീന യദഊന മിൻ ദൂനില്ലാ. അള്ളാഹുവിനല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെ നിങ്ങൾ ചീത്ത വിളിക്കാൻ, പഴിക്കാനും ആക്ഷേപിക്കാനും പാടില്ല. അതായത് ഷിർക്ക് പ്രശ്നമാണെങ്കിൽ പോലും മുശ്രിക്കല്ല. അയാളുടെ വിശ്വാസത്തെ സമീപിക്കുമ്പോൾ പോലും സുന്ദരവും സൂക്ഷ്മമായ രീതിയിലാണ് സമീപിക്കേണ്ടത്. ഇദുഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തിൽ വൽ മൗദത്തിൽ ഹസന. ഒരാളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കേണ്ടത് നല്ല രീതികളിലൂടെയും അതുപോലെ തന്നെ ഹിക്മത്തിലൂടെയുമാണ്. പഴിച്ചും ആരോപണം നടത്തിയും അയാളെ മുഴുവൻ വിദ്വേഷത്തിലേക്ക് നയിച്ചുകൊണ്ടുമല്ല ഇസ്ലാമിലേക്ക് ആൾക്കാരെ ക്ഷണിക്കേണ്ടതെന്നുള്ള പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷിർക്കിനോടും തെറ്റിനോടും വളരെ നിശിതമായ കാഴ്ചപ്പാടുള്ള സമയത്ത് തന്നെ മനുഷ്യന്മാരോട് വളരെ നൈർമല്യത്തോടുകൂടിയാണ് സമീപിക്കേണ്ടതെന്ന് പോലും ഖുർആൻ പറയുന്നത് കാണാം. ഫിറൗന്റെ അടുത്തേക്ക് മൂസ അലൈഹി ഇസ്ലാമിനെയും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനെ അയക്കുമ്പോൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറയുന്നത്? ഖൂലാ ലഹു ഖൗലൻ ലയ്യിന. മൃദുലമായ സൗമ്യമായ വാക്ക് ഉപയോഗിക്കാനാണ് പറയുന്നത്. അതായത് എന്ത് തന്നെയാണെങ്കിലും തിന്മയോടാണ് പ്രതികരിക്കുന്നതെങ്കിൽ പോലും അതിനോട് കൈകാര്യം ചെയ്യേണ്ട ഒരു മീഡിയത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മാധ്യമത്തെയും കൂടി പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ശത്രുതയും അതുപോലെ തന്നെ വൈരാഗ്യവും വിദ്വേഷവും ഉണ്ടാക്കൽ വിശ്വാസിയുടെ പണിയല്ല. വിശ്വാസി പഠിക്കുന്ന അദബ്, സോഷ്യൽ മൊറാലിറ്റി, സോഷ്യൽ എത്തിക്സ് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റുകൾ ഒരാളെ നന്മയിലേക്ക് മാത്രം ക്ഷണിക്കുന്നതാവണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നത്. കാരണം ഒരു വിശ്വാസിയുടെ, ആണായാലും പെണ്ണായാലും, പൊതുവായ സവിശേഷ സ്വഭാവം എന്ന നിലയിൽ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അൽ അംറു ബിൽ മഅറൂഫ് വൻ നഹി അനിൽ മുൻകർ എന്നുള്ളതാണ്. നന്മ, അതിൻ്റെ പ്രഘോഷണം, നന്മയെ കൽപ്പിക്കുക, നന്മ വളർത്തുക, നന്മയെ പ്രചരിപ്പിക്കുക, നന്മയോടൊപ്പം നിൽക്കുക. കാരണം ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, നല്ല ആൾക്കാരോടാണ് അള്ളാഹ് ഇഷ്ടപ്പെടുന്നത്. ആ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന നല്ല ആൾക്കാർ നന്മയെ മാത്രം ഇഷ്ടപ്പെടുന്നവരാണ്, തിന്മയോട് ചേർന്ന് നിൽക്കാത്തവരാണ്. വന്നഹി അനിൽ മുൻകർ, തിന്മ വിരോധിക്കുകയും എതിർക്കുകയും മാറി നിൽക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഒരു വിശ്വാസിയുടെ സ്വഭാവം എന്ന നിലയിൽ തന്നെ പറയുന്നത്. അതായത് ഇസ്ലാമിന്റെ ധാർമ്മികത എന്ന് പറയുന്നത് ഒരാളുടെ സ്വയം നന്നാക്കുകയും തൻ്റെ കൂടെയുള്ളവരും നന്നാവണമെന്ന് ആഗ്രഹിക്കുകയും, എന്നാൽ ആ ആഗ്രഹം ഒരിക്കലും ലാ ഇക്രാഹ ഫിദ്ദീൻ എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ ശക്തിപ്രയോഗത്തിലൂടെ അല്ല, വളരെ വിവേകം നിറഞ്ഞ സുന്ദരമായ വളരെ ഡെമോക്രാറ്റിക് ആയ തന്നെ മീഡിയത്തിലൂടെയുള്ള സംവേദനക്ഷമതയിലൂടെയാണ് ഈ തരത്തിലുള്ള ഒരു ധാർമ്മികതയിലേക്കും സദാചാരത്തിലേക്കും ക്ഷണിക്കേണ്ടതെന്ന് നമുക്ക് ഖുർആനിലൂടെ തന്നെ കാണാം. കാരണം ഒരാൾ നന്മ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഞാൻ ഒരാളിലേക്ക് നന്മ ചെയ്യുമ്പോൾ ഒരാൾ ചെയ്യുന്ന നന്മയുടെ പുണ്യം എനിക്കും ലഭിക്കും.
അത് മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകൾക്ക് എൻ്റെ നന്മകളാൽ തന്നെ മായ്ക്കപ്പെടുകയും ചെയ്യും. പരിശുദ്ധ ഖുർആൻ സൂറ ഹൂദിൽ അത് പറയുന്നുണ്ടല്ലോ, ഇന്നൽ ഹസനാത്ത് യുദ്ഹിബുന സയ്യിആത്ത്. ഈ ഹസനാത്തുകൾ, നന്മകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകളെ മാറ്റുമെന്നാണ്. കാരണം മനുഷ്യൻ, നമ്മൾ നേരത്തെ വിശദീകരിച്ചതുപോലെ, തിന്മകൾ സംഭവിക്കാൻ സാധ്യതയുള്ളവനാണ്. അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ധാർമ്മിക ബോധം എന്ന് തന്നത്. ഒരു മനസാക്ഷി കുത്തി എന്നതിനെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അന്നഫ്സുൽ ലവ്വാമ എന്ന് പറയുന്നത്, ആ മനസാക്ഷി കുത്തി എന്നതിനെ നമുക്ക് തന്നത്. അതിൻ്റെ കൂടെ ഈ തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള മീഡിയം തന്നു. അതിന് അള്ളാഹുലേക്ക് അടുക്കാനുള്ള രണ്ട് പ്രധാന മാധ്യമമായി ഖുർആൻ പരിചയപ്പെടുത്തുന്നത്, ഒന്ന് തൗബയും രണ്ടാമത് മഗ്ഫിറത്തും, ഇസ്തിഗ്ഫാറുമാണ്. അതായത് തിന്മയിൽ മാത്രം ജീവിക്കേണ്ടവനല്ല. തൗബ എന്നത് ഒരു മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ആശയമാണ്. ഇസ്ലാം മക്കൻ കാലഘട്ടത്തിൽ തിന്മയിൽ മാത്രം ജീവിച്ച, നന്മ എന്തെന്നറിയാത്ത, അതായത് ഏത് മാർഗം തിരഞ്ഞെടുക്കണമെന്നറിയാത്ത ഒരു സമൂഹത്തിന് മുമ്പിൽ പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു ആശയമാണ് തൗബ എന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വയം നബിയെ തന്നെ വിശേഷിപ്പിച്ചത് നബി തൗബ എന്നാണ്, തൗബയുടെ നബി. അതായത് എന്ത് ചെയ്യണമെന്നറിയാത്ത മനുഷ്യന്മാരുടെ മുമ്പിലേക്ക് തൗബ ചെയ്യൂ, അള്ളാഹുലേക്ക് മടങ്ങാനുള്ള വഴികളുണ്ട്, അവനിലേക്ക് മടങ്ങൂ എന്നാണ് പറയുന്നത്. ഈ തൗബയുടെ മാർഗത്തെക്കുറിച്ച് നമ്മൾ നോക്കുക. അതായത് വെറും ഒരു പ്രാർത്ഥന കൊണ്ട് മാറുന്നതല്ല നമ്മുടെ കുഴപ്പങ്ങളും തെറ്റുകളും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബയെ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗബയെ വിശദീകരിക്കുന്നത് പോലും നമ്മുടെ മൊറാലിറ്റിയെ എങ്ങനെ സോഷ്യൽ എത്തിക്സിലേക്ക് കണക്ട് ചെയ്യുന്നു എന്ന് പഠിപ്പിക്കാനാണ്. ആലോചിച്ച് നോക്കുക, തൗബ എന്ന് പറയുന്നത്, നമ്മൾ ഒരാളോട് ഒരു തെറ്റ് ചെയ്താൽ അയാളോട് പോയി മാപ്പ് പറയുകയും ഇനി ചെയ്യില്ല എന്ന് പ്രതിജ്ഞ എടുക്കുകയും എന്നിട്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുന്നതിനാണ് തൗബ എന്നത് പണ്ഡിതന്മാർ നമുക്ക് ഹദീസുകളുടെയും മറ്റും വിശദീകരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് സംഭവിക്കുന്ന ഒരു ധാർമ്മികമായ ഒരു പ്രശ്നത്തെ പരിഹരിക്കുവാൻ അള്ളാഹു തൗബ തന്നു. മറ്റൊന്ന് നോക്കുക, നമ്മളുടെ തന്നെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ധാർമ്മികമായ ഒരു കുഴപ്പത്തെ അള്ളാഹു അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് തിരുത്താൻ നമ്മളോട് കൽപ്പിക്കുന്നത്. ഉദാഹരണം, നമ്മളൊരു സത്യം ഒരാളോട് വാഗ്ദാനം ചെയ്യുകയും ആ വാഗ്ദാനം ലംഘിക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് അത് എങ്ങനെയാണ്. സൂറത്തുൽ മാഇദയിൽ അത് വിശദീകരിക്കുന്നുണ്ട്. അത് ചെയ്യേണ്ടത് എങ്ങനെയാണ്? 10 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ, 10 പേർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ, അല്ലെങ്കിൽ അടിമമോചനം നടത്താൻ, അതുമല്ലെങ്കിൽ ഇതൊന്നും കഴിയാത്തവൻ നോമ്പെടുക്കാനും പറയുന്നു. ആലോചിച്ച് നോക്കുക, നമ്മൾ വളരെ നിസ്സാരമെന്ന് കരുതുന്ന ഒരു വാഗ്ദത്ത ലംഘനത്തെ അത് പരിഹരിക്കുന്നത് എങ്ങനെയാണ്? സോഷ്യൽ വെൽഫെയറിലൂടെയാണ്. പാവങ്ങളായ ആൾക്കാർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തുകൊണ്ടാണ്, പാവങ്ങളായ ആൾക്കാർക്ക് വസ്ത്രം വാങ്ങിക്കൊടുത്തുകൊണ്ടാണ്. ഒരു ജീവിതം, നരക ജീവിതം അനുഭവിക്കുന്ന, അടിമത്ത ജീവിതം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന ഒരാളുടെ പ്രയാസം മാറ്റിക്കൊടുത്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചെറിയൊരു പാളിച്ചയെ തിരുത്തേണ്ടതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നമ്മുടെ ധാർമ്മിക ജീവിതത്തെ സംരക്ഷിക്കുന്നത് മറ്റൊരാളുടെ ജീവിതത്തെ രക്ഷപ്പെടുത്തിക്കൊണ്ടാവണം എന്നൊരു കൺസെപ്റ്റാണല്ലോ ധാർമ്മികത, അതുപോലെ അദബ് എന്ന രീതിയിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സോഷ്യൽ എൻഗേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഇതേ സൂക്ഷ്മതയുണ്ട്. അത് ഇതരരെ കുറിച്ച് ആലോചിക്കാത്ത ഒരാൾക്ക് വിശ്വാസിയാവാൻ കഴിയില്ല. ഈ തരത്തിൽ വിശദമായ രീതികളിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും ധർമ്മം, ധാർമ്മികത, സദാചാരം, നീതി, അതുപോലെ തന്നെ മൊറാലിറ്റി, സോഷ്യൽ എത്തിക്സ് എന്ന് പറയുന്ന വിഷയങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ബോധം ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെക്കുറിച്ചുള്ള അനിവാര്യമായ ഒരു ഘടകമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.